നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ: മാസപ്പടി കേസിൽ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO നടത്തുന്ന അന്വേഷണത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശ്വദീപ്തി തട്ടിപ്പ് കേസിൽ മാനേജറായ ജീവലത റിമാൻഡിൽ. ട്രിപ്പിൾ സ്മാർട്ടായി സ്മാർട്ട് ഇനി പഞ്ചായത്തുകളിലും. തുടർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പുതിയ മന്ദിരത്തിന് ശിലയിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. മാസപ്പടി കേസിൽ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO നടത്തുന്ന അന്വേഷണത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്ര ഗൗരവമായി കേസിനെ കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബിനീഷ് കൊടിയേരി വിഷയത്തിലും വീണ വിജയന്റെ കേസിലും പാർട്ടിക്ക് രണ്ട് നിലപാട് ആയിരുന്നു എന്ന ചോദ്യത്തിൽ അതിൽ ഇത്ര ആവശ്യം എന്തെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. നിങ്ങൾക്ക് വേണ്ടത് എന്റെ രക്തമാണ്, അത്ര വേഗത്തിൽ അത് കിട്ടില്ല. ചില മാധ്യമങ്ങൾക്ക് സാമാന്യ ബുദ്ധിയില്ല. മകളുടെ കമ്പനി നൽകിയ സേവനത്തിന് കിട്ടിയ പ്രതിഫലം കള്ളപ്പണമല്ലല്ലോ എന്നും അദ്ദേഹം പ്രതികരിച്ചു. അതിന് നൽകേണ്ട ആദായ നികുതി, GST എന്നിവ കൃത്യമായി നൽകിയതാണ്. അത് മറച്ചുവെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നൽകാത്ത സേവനത്തിലാണ് പ്രതിഫലം എന്നും പറഞ്ഞാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതെന്നും പറയുന്നു. ഇതൊന്നും അത്ര വേഗത്തിൽ അവസാനിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിശ്വദീപ്തി തട്ടിപ്പ് കേസിൽ മാനേജറായ ജീവലത റിമാൻഡിൽ. ഇരിങ്ങാലക്കുട ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന വിശ്വദീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചതിൽ കൂടുതൽ പലിശ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വല്ലച്ചിറ സ്വദേശിയിൽ നിന്നും 13,50,000 രൂപയും തലോർ സ്വദേശിയിൽ നിന്നും 1 ലക്ഷം രൂപയും കോണത്തോന്ന് സ്വദേശിയിൽ നിന്നും 15 ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട സ്വദേശിയിൽ നിന്നും 5,50,000 രൂപയും ഫിക്സഡ് ഡിപ്പോസിറ്റായി വാങ്ങിയ ശേഷം പലിശ നൽകാതെയും നിക്ഷേപിച്ച പണം തിരികെ നൽകാതെയും തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളും സ്ഥാപനത്തിന്റെ മാനേജറുമായ മുട്ടിത്തടി സ്വദേശിനിയായ ജീവലതയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. പിറവം എടക്കാട്ടുവയൽ ഗ്രാമപഞ്ചായത്തിൽ തൊട്ടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരത്തിന് ശിലയിട്ടു. തൊട്ടൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കൊച്ചി റിഫൈനറി ലിമിറ്റഡ് നൽകിയ സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് പിറവം MLA അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചത്. കൊച്ചിൻ റിഫൈനറി ലിമിറ്റഡ് മാനേജരും അർജുന അവാർഡ് ജേതാവുമായ ടോം ജോസഫ് മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടേഴ്സിനുള്ള മുറികളും ഫാർമസിയും വെയിറ്റിംഗ് ഏരിയയും കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിൽ ഉൾപ്പെടുത്തുന്നത്. 60 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബോബൻ കുര്യാക്കോസ്, ജൂലിയ ജെയിംസ്, ജെസ്സി പീറ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജവഹർ N ചാക്കോ, ഷേർലി രാജു, ലിസി സണ്ണി, ബീന രാജൻ, അഡ്വക്കേറ്റ് സുചിത്ര MS, KG രവീന്ദ്രനാഥ്, VS സത്യൻ, AK രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കിയ ടോക്കൺ സിസ്റ്റം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുടെ ഉദ്ഘാടനവും അനൂപ് ജേക്കബ് MLA നിർവഹിച്ചു. വാർഡ് മെമ്പർ ആദർശ് സതികുമാർ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ധന്യ നന്ദിയും പറഞ്ഞു. ട്രിപ്പിൾ സ്മാർട്ടായി സ്മാർട്ട് ഇനി പഞ്ചായത്തുകളിലും. ഓഫീസുകൾ കയറിയിറങ്ങേണ്ട, എല്ലാം അതിവേഗം ഓൺലൈനായി. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ കിട്ടുന്ന സ്മാർട്ട് നിലവിൽ പഞ്ചായത്തുകളിൽ നടപ്പിലായി. നേരത്തെ നഗരങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇപ്പോൾ മുതൽ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. ഇതോടെ 14 ജില്ലാ പഞ്ചായത്തുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8 മണി വരെ കാണുന്നവരെ ഏവർക്കും ശുഭദിനം.